എല്ലാ സുഹൃത്തുക്കൾക്കും ഉസ്താദ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. കേട്ടറ്റ് കാറ്റഗറി 1, കാറ്റഗറി 2 പരീക്ഷകൾ എഴുതിയ ചില സുഹൃത്തുക്കൾ അവർക്ക് പരീക്ഷയിലെ മാത്സ് സംബന്ധമായ ചോദ്യങ്ങൾ വളരെയേറെ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു എന്ന് എന്നോട് പരാതി പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെയാണ് മാത്സ് പരീക്ഷയിൽ അഥവാ കേട്ടറ്റിലെ മാത്സ് ചോദ്യങ്ങൾക്ക് ഉയർന്ന മാർക്ക് നേടുക എന്നതിനെ കുറിച്ചുള്ള ക്ലാസ്സുകളാണ് ഇന്നു മുതൽ നമ്മൾ സംഘടിപ്പിക്കുന്നത്. മുമ്പ് വന്ന കേട്ടറ്റ് പരീക്ഷകളിലെ ചോദ്യപേപ്പറുകൾ വിശദമായിട്ട് പരിശോധിച്ച് അവയിലെ ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സമഗ്രമായ ക്ലാസ്സുകളാണ് നമ്മൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ത്രികോണത്തെക്കുറിച്ചാണ്. ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് തുടങ്ങാം. ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. ഇതാണ് ഒരു വശം, ഇത് രണ്ടാമത്തെ വശം, ഇത് മൂന്നാമത്തെ വശം. അങ്ങനെ 3 വശങ്ങൾ ഈ ത്രികോണത്തിനുണ്ട്. എന്ന് മാത്രമല്ല 3 ആംഗിൾസ്, 3 കോണുകളുമുണ്ട് ത്രികോണത്തിൽ. 1, 2, 3. ഇതൊക്കെ നമുക്കറിയാവുന്ന അടിസ്ഥാനങ്ങൾ തന്നെയാണ്. ഇനി ത്രികോണത്തെ നമുക്ക് 2 തരമായിട്ട് വേർതിരിക്കാൻ സാധിക്കും. ത്രികോണങ്ങളെ നമുക്ക് 2 തരമായിട്ട് വേർതിരിക്കാം. ഒന്നാമത്തത് ഇതിൻ്റെ ഈ വശങ്ങളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ. 3 വശങ്ങളുണ്ടല്ലോ, ഈ വശങ്ങളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ത്രികോണങ്ങളെ ഒരു തരമായിട്ട് വേർതിരിക്കാം. രണ്ടാമതായിട്ട് ഈ ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ, കോണുകളുടെ അളവുകളുടെ അടിസ്ഥാനത്തിൽ ത്രികോണങ്ങളെ നമുക്ക് മറ്റു ചില വിഭാഗങ്ങളായിട്ട് വേർതിരിക്കാൻ സാധിക്കും. അതേതെല്ലാമാണ് എന്ന് നമുക്ക് വിശദമായിട്ട് പരിശോധിക്കാം. ആദ്യം നമുക്ക് ത്രികോണങ്ങളെ അവയിലെ കോണുകളുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് വേർതിരിക്കാം. ആദ്യത്തെ ഇനമാണ് അക്യൂട്ട് ട്രയാങ്കിൾ. അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഒരു ത്രികോണത്തിൽ 3 കോണുകളാണല്ലോ ഉണ്ടാവുക, 3 ആംഗിൾസ് ഉണ്ടാകും. ആ 3 ആംഗിൾസും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. അതാണ് അക്യൂട്ട് ട്രയാങ്കിൾ. ഇവിടെ നിങ്ങൾ ഒന്നാമത്തെ ഇത് നോക്കൂ, നിങ്ങൾ ഈ ത്രികോണം നോക്കാം. 75 ഡിഗ്രി, 53 ഡിഗ്രി, 52 ഡിഗ്രി. ഒന്നും 90 ഡിഗ്രി അല്ലല്ലോ, 90 ഡിഗ്രിയിൽ കുറവാണ്. ഇവിടെയോ 45 ഡിഗ്രി, 64 ഡിഗ്രി, 71 ഡിഗ്രി. അതും 90 ഡിഗ്രിയിൽ കുറവാണ് എല്ലാ കോണുകളും. ഇവിടെ 41 ഡിഗ്രി, 55 ഡിഗ്രി, 84 ഡിഗ്രി. അപ്പോൾ ഈ 3 കോണുകളും 90 ഡിഗ്രിയിൽ കുറവാണ്. ഇത്തരം ത്രികോണങ്ങളെയാണ്, ഇത്തരം ട്രയാങ്കിളുകളെയാണ് അക്യൂട്ട് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ഇനം ത്രികോണങ്ങളാണ് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ ഒരു ത്രികോണത്തിൻ്റെ ഒരു കോൺ, ഒരു ആംഗിള് 90 ഡിഗ്രി ആണെങ്കിൽ അത്തരം ത്രികോണങ്ങളെ നമുക്ക് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറയാം. ഇവിടെ നമ്മൾ ഇവിടെ നോക്കിയാൽ കാണാം, ഇത് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്, ഇവിടെയും 90 ഡിഗ്രിയാണ്. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിലെ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. മൂന്നാമത്തെ ഇനമാണ് ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ആ ത്രികോണത്തിലെ ഒരു ആംഗിൾ അഥവാ ഒരു കോൺ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ, ഈ കോൺ 113 ഡിഗ്രിയാണ്. ഈ ത്രികോണത്തിൽ ഇത് 117 ഡിഗ്രിയാണ്, ഇവിടെ 108 ഡിഗ്രിയാണ്. അപ്പോൾ 90 ഡിഗ്രിയേക്കാൾ കൂടുതലാണ് ഒരു ത്രികോണത്തിലെ ഒരു കോണെങ്കിൽ ആ ത്രികോണത്തെ നമ്മൾ ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ എന്ന് വിളിക്കും. അപ്പോൾ 3 തരം ത്രികോണങ്ങളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇങ്ങനെ നമ്മൾ തരംതിരിച്ചത് അവയിലെ കോണുകൾ നോക്കിയിട്ടാണ്. ഒന്ന് എല്ലാ കോണുകളും 90 ഡിഗ്രിയിൽ താഴെ ആയത്, അതാണ് ഒരു ഇനം. രണ്ടാമത്തെ ഇനം ഒരു കോൺ 90 ഡിഗ്രി ആയത്. മൂന്നാമത്തെ ഇനമാണ് ഒരു കോൺ 90 ഡിഗ്രിയിൽ കൂടുതലായത്. ഇങ്ങനെ കോണുകളുടെ അളവിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ത്രികോണങ്ങളെ 3 ആയിട്ട് വേർതിരിക്കാം. ഇത് നമുക്ക് ഈ ത്രികോണത്തിൻ്റെ സൈഡുകളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വശങ്ങളുടെ വലിപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവയെ പലതായിട്ട് വേർതിരിക്കാം. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ
മലയാളത്തിൽ സമഭുജ ത്രികോണം എന്ന് പറയും. സമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളും തുല്യമായിരിക്കും. ഈ വശവും ഈ വശവും ഈ വശവും തുല്യമായിരിക്കും. ഇത് 5 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 5 സെന്റിമീറ്റർ ആയിരിക്കും. അതോടൊപ്പം തന്നെ ഇതിന്റെ 3 കോണുകളും 3 ആംഗിൾസും തുല്യമായിരിക്കും. ഈ ആംഗിളും ഈ ആംഗിളും ഈ ആംഗിളും 3ഉം തുല്യമായിരിക്കും. ഇവിടെ കണ്ടല്ലോ 3നും നേരെ 60 ഡിഗ്രി എന്ന് എഴുതിയത് കണ്ടില്ലേ? ഇതാണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ പ്രത്യേകത. അതിന്റെ 3 വശങ്ങളും തുല്യ വലിപ്പമായിരിക്കും. അതോടൊപ്പം അതിലെ 3 കോണുകളും തുല്യമായിരിക്കും. രണ്ടാമത്തെ ഇനമാണ് ഐസോസെലസ് ട്രയാങ്കിൾ. ഐസോസെലസ് ട്രയാങ്കിൾ മലയാളത്തിൽ സമപാർശ്വ ത്രികോണം എന്ന് പറയും. സമപാർശ്വ ത്രികോണത്തിന്റെ 2 വശങ്ങളാണ് തുല്യമായിട്ടുണ്ടാവുക. ഈ വശവും ഈ വശവും തുല്യമാണ്. ഇത് 10 ആണെങ്കിൽ ഇതും 10 ആയിരിക്കും. എന്നാൽ ഇത് മറ്റൊരളവായിരിക്കും. 2 വശങ്ങളാണ് തുല്യം. അതാണ് സമപാർശ്വ ത്രികോണത്തിന്റെ ഒരു പ്രത്യേകത. രണ്ടാമത്തെ പ്രത്യേകത, അതിൻ്റെ 2 ആംഗിൾസ്, 2 കോണുകൾ അഥവാ 2 ബേസ് ആംഗിൾസ് തുല്യമായിരിക്കും. ഈ ഒരു ത്രികോണത്തിന് 3 വശങ്ങൾ ഉണ്ടാവുമല്ലോ. ഇതിൻ്റെ ഈ അടിഭാഗത്തുള്ള ഈ വരയെ നമ്മൾ ബേസ് എന്നാണ് വിളിക്കുക. അതിനോട് ചേർന്ന് നിൽക്കുന്ന 2 കോണുകൾ അഥവാ അതിനോട് ചേർന്നിട്ടുള്ള ഈ കോണും ഈ കോണും അതിനെയാണ് ബേസ് ആംഗിൾസ് എന്ന് പറയുന്നത്. അത് രണ്ടും തുല്യമായിരിക്കും. അപ്പൊ 2 പ്രത്യേകതയാണ് ഐസോസെലസ് ട്രയാങ്കിളിനുള്ളത്. ഒന്ന്, അതിൻ്റെ 2 വശങ്ങൾ തുല്യമായിരിക്കും. 2, അതിൻ്റെ 2 ബേസ് ആംഗിൾസ് തുല്യമായിരിക്കും. മൂന്നാമത്തെ ഇനമാണ് സ്കാലിൻ ട്രയാങ്കിൾ. മലയാളത്തിൽ വിഷമഭുജ ത്രികോണം എന്ന് പറയും. വിഷമഭുജ ത്രികോണം. വിഷമഭുജ ത്രികോണത്തിന്റെ 3 വശങ്ങളും വ്യത്യസ്തമായിരിക്കും. ഇത് 5 സെന്റിമീറ്റർ ആണ്, ഈ വശം 9 സെന്റിമീറ്റർ ആണ്, ഈ വശം 7 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെയായിരിക്കും വിഷമഭുജ ത്രികോണത്തിന്റെ അളവുകൾ ഉണ്ടാവുക. 3 വശങ്ങളും തുല്യമാവില്ല, വ്യത്യസ്ത അളവുകളായിരിക്കും. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളത് ത്രികോണങ്ങളെ നമുക്ക് പലതായിട്ട് വേർതിരിക്കാം. ഒന്ന്, അവയുടെ വശങ്ങളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ അവയെ പലതായിട്ട് വേർതിരിക്കാം. രണ്ടാമത്, ആ ത്രികോണങ്ങളിലെ കോണുകളുടെ അളവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്കവയെ പലതായിട്ട് വേർതിരിക്കാം. അപ്പൊ നമ്മൾ ആദ്യം ആംഗിൾസിനെ കുറിച്ചാണ് പറഞ്ഞത്. ആംഗിൾസിന്റെ അടിസ്ഥാനത്തിൽ പലതായിട്ട് വേർതിരിച്ചു. അക്യൂട്ട് ട്രയാങ്കിൾ, എല്ലാ കോണുകളും, ആ ത്രികോണത്തിലെ എല്ലാ കോണുകളും 90 ഡിഗ്രിയിൽ കുറവായിരിക്കും. രണ്ടാമത് നമ്മൾ പറഞ്ഞു റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അല്ലേ? ആ ത്രികോണത്തിലെ ഒരു കോൺ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ, അതിലെ ഒരു കോൺ 90 ഡിഗ്രിയിൽ കൂടുതലായിരിക്കും. ഇങ്ങനെ 3 കോണിന്റെ അടിസ്ഥാനത്തിൽ 3ആയിട്ട് തിരിച്ചു. അക്യൂട്ട് ട്രയാങ്കിൾ, റൈറ്റ് ട്രയാങ്കിൾ, ഒബ്റ്റ്യൂസ് ട്രയാങ്കിൾ. രണ്ടാമതായി നമ്മൾ ചെയ്തത് വശങ്ങളുടെ അടിസ്ഥാനത്തിൽ, വശങ്ങളുടെ വലിപ്പത്തിന്റെ അടിസ്ഥാനത്തിൽ പലതായിട്ട് വേർതിരിച്ചു. ആദ്യം പറഞ്ഞു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ അഥവാ സമഭുജ ത്രികോണം, അഥവാ ഇതിന്റെ വശങ്ങളൊക്കെ തുല്യമായിരിക്കും, 3 വശവും ഒരേ അളവായിരിക്കും. എന്ന് മാത്രമല്ല, അങ്ങനെ ആയതുകൊണ്ട് ഇതിന്റെ 3 കോണുകളും തുല്യമായിരിക്കും. ഇതിൽ 3 ആംഗിൾസ് ഉണ്ടാകും, ആ 3 ആംഗിൾസും തുല്യ അളവായിരിക്കും. രണ്ടാമത് നമ്മൾ പറഞ്ഞു ഐസോസെലസ് ട്രയാങ്കിൾ, അതിൻ്റെ 2 വശങ്ങൾ തുല്യമായിരിക്കും. മലയാളത്തിൽ അതിന് സമപാർശ്വ ത്രികോണം എന്നാണ് പറയുക. 2 വശങ്ങൾ തുല്യമായിരിക്കും, 2 വശങ്ങൾ ഒരേ വലുപ്പമായിരിക്കും. എന്നാൽ അതിൻ്റെ ബേസ്, അതിൻ്റെ അടിയിലുള്ള വര അഥവാ ബേസ് മറ്റൊരളവായിരിക്കും. പിന്നെ നമ്മൾ പറഞ്ഞു ഐസോസെലസ് ട്രയാങ്കിളിന്റെ 2 കോണുകൾ തുല്യമായിരിക്കും. ഏത് കോണുകളാണ്? ബേസ് ആംഗിൾസ് അഥവാ ഈ ബേസ് അടിയിലുള്ള വരയോട് ചേർന്ന് നിൽക്കുന്ന 2 കോണുകൾ, അത് രണ്ടും തുല്യമായിരിക്കും. മൂന്നാമത്തെ ഇനമാണ് സ്കാലിൻ ട്രയാങ്കിൾ അഥവാ വിഷമഭുജ ത്രികോണം. അതിൻ്റെ 3 വശങ്ങളും 3 വ്യത്യസ്ത അളവുകളായിരിക്കും. ഇങ്ങനെ നമുക്ക് ത്രികോണങ്ങളെ പലതായിട്ട് വേർതിരിക്കാം. ഇപ്പോൾ നമ്മൾ പഠിച്ച ഈ വിഭജനമുണ്ടല്ലോ, അഥവാ ത്രികോണത്തെ നമ്മൾ പലതായിട്ട് വേർതിരിച്ചു, പല പേരുകൾ കൊടുത്തു. ഈ പേരുകളൊക്കെ വളരെ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളാണ്. അഥവാ ചോദ്യത്തിൽ തന്നെ ഈ പദങ്ങളാണ് ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഒരു സമഭുജ ത്രികോണത്തിന്റെ ഒരു വശം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ പരപ്പളവ് എത്ര, അതിൻ്റെ ഏരിയ എത്ര, അങ്ങനെയൊക്കെയാണ് ചോദ്യം വരിക.
അപ്പോൾ എന്താണ് സമഭുജ ത്രികോണം എന്ന് അറിഞ്ഞിരിക്കൽ നിർബന്ധമാണ്, എങ്കിലേ ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ പറ്റൂ. അതുകൊണ്ട് അവ നന്നായിട്ട് മനസ്സിലാക്കുക. ഇനിയും നമ്മൾ പറയാൻ പോകുന്നത് അടിസ്ഥാനപരമായ മറ്റൊരു കാര്യമാണ്. അതായത് ഇവിടെ ഒരു ത്രികോണം കാണാമല്ലോ. ഏതൊരു ത്രികോണത്തിലും 3 ആംഗിൾസ് ഉണ്ടാകും, 3 കോണുകൾ ഉണ്ടാകും. ഇവിടെ ആംഗിൾ എ, ആംഗിൾ ബി, ആംഗിൾ സി ഇവിടെ അടയാളപ്പെടുത്തിയിരിക്കുന്നു, നീല കളറിൽ കാണാമല്ലോ. ഈ 3 ആംഗിൾസും ഈ 3 കോണുകളുടെയും അളവുകളെ നമ്മൾ കൂട്ടി നോക്കിയാൽ 180 ഡിഗ്രിയാണ് ഉണ്ടാവുക. 180 ഡിഗ്രി. ഇവിടെ ഇപ്പോൾ അളവുകൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതിപ്പോൾ ഒരു സമഭുജ ത്രികോണമാണ് എന്ന് സങ്കല്പിക്കുക. എല്ലാ വശങ്ങളുടെയും വലിപ്പം തുല്യമാണ് എങ്കിൽ ഈ കോൺ 60 ഡിഗ്രി ആയിരിക്കും, ഈ കോണും 60 ഡിഗ്രി ആയിരിക്കും, ഈ കോണും 60 ഡിഗ്രി ആയിരിക്കും. അഥവാ 3 കോണും തുല്യമായിരിക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 180 ഡിഗ്രിയാണ് മൊത്തം ഉണ്ടാവുക. അപ്പോൾ ഒന്ന് 60 ആയിരിക്കണം. 60ഉം 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 180. അപ്പോൾ ഇങ്ങനെയാണ് ഏതൊരു ത്രികോണത്തിൻ്റെയും 3 കോണുകൾ കൂട്ടി നോക്കിയാൽ 180 ഡിഗ്രിയാണ് ഉണ്ടാവുക. അത് വളരെ അടിസ്ഥാനപരമായ മറ്റൊരു വിവരമാണ്. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, നമുക്ക് പല വിധത്തിലുള്ള ത്രികോണങ്ങൾ കാണാം. ഈ ഒന്നാമത്തെ ത്രികോണം ഏത് തരമാണ്? ഇതിന്റെ പേരെന്തായിരിക്കും? ഇതിൽ ഇവിടെ 60 60 60 എന്ന് കണ്ടതുകൊണ്ട് തന്നെ ഇതൊരു സമഭുജ ത്രികോണമാണ്. 3 വശങ്ങളും തുല്യമായിരിക്കും, അതുകൊണ്ട് 3 കോണുകളും തുല്യമായിരിക്കും എന്ന് നമ്മൾ പഠിച്ചല്ലോ. അപ്പൊ ഇതൊരു സമഭുജ ത്രികോണമാണ്. അപ്പൊ ഇതിൽ 3 കോണുകൾ നമ്മൾ പറഞ്ഞു, 60ഉം 60ഉം 60ഉമാണ്, 180 ഡിഗ്രിയായി. ഇനി രണ്ടാമത്തെ നോക്കൂ നിങ്ങൾ, ഇത് ഏത് തരം ത്രികോണമാണ്? ഇത് സമപാർശ്വ ത്രികോണമാണ്. സമപാർശ്വ ത്രികോണമാണ് ഇത്. അഥവാ 2 വശങ്ങൾ തുല്യമാണ്. ഈ ഭാഗവും തുല്യമാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ 2 കോണുകളും തുല്യമായിരിക്കും. ഏത് കോണുകളാ? 2 ബേസ് ആംഗിൾസ്. ബേസ് എന്നത് ഈ അടിയിലുള്ള വരയാണല്ലോ ബേസ് എന്ന് പറയുന്നത്. അതിനോട് ചേർന്ന് നിൽക്കുന്ന 2 കോണുകളും തുല്യമായിരിക്കും. ഇവിടെ ഇപ്പൊ ഇതൊരു സമപാർശ്വ ത്രികോണമാണ് എന്ന് മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഇവിടെ ഈ ബേസ് കോണുകളുടെ അളവ് കൊടുത്തത് കാണാമല്ലോ, 70ഉം 70ഉം. അപ്പൊ അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതൊരു സമപാർശ്വ ത്രികോണമാണ് എന്ന്. സമപാർശ്വ ത്രികോണത്തിന്റെ ബേസ് ആംഗിൾസ് തുല്യമായിരിക്കുമെന്ന് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ഇനി നോക്കാം നമുക്ക് ഈ 3 ആംഗിൾസും കൂടി കൂട്ടി നോക്കൂ. 70ഉം 70ഉം 140, 140ഉം 40ഉം 180. യെസ്, 3 കോണുകളും കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഇനി നമുക്ക് അടുത്ത ത്രികോണം നോക്കാം. ഇത് ഏത് തരം ത്രികോണമാണ്? ഇത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ അഥവാ ഇതിൽ ഒരു ആംഗിൾ 90 ഡിഗ്രിയാണ്. അപ്പൊ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ എന്ന് നമുക്ക് ഇതിനെ വിളിക്കാം. അപ്പോൾ ഒരു ആംഗിൾ 90, മൊത്തം 180 ഡിഗ്രിയാണ് ഉണ്ടാവുക. 90 ഡിഗ്രി 60 30 കൂട്ടിയാൽ 90 ഡിഗ്രി. അപ്പോൾ 90ഉം 90ഉം 180 ഡിഗ്രി. അപ്പോൾ ഇവിടെയും കോണുകളുടെ അളവ് 180 ഡിഗ്രിയാണ്. അപ്പോൾ ഇതാണ് നമ്മൾ പഠിച്ച വളരെ പ്രധാനപ്പെട്ട അടിസ്ഥാനം. ഒരു ത്രികോണത്തിലെ 3 കോണുകളുടെ അളവ് മൊത്തം 180 ഡിഗ്രി ആയിരിക്കും. ഇനി നമുക്ക് ഈ 2 ത്രികോണങ്ങൾ നോക്കാം. ഈ പറഞ്ഞ കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിച്ച് നോക്കാം. ഇത് ഒന്നാമത്തെ ത്രികോണം. ഇതിലെ 2 കോണുകളുടെ അളവ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇത് 82 ഡിഗ്രിയാണ്. ഈ ആംഗിൾ 55 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ എത്ര ഉണ്ടാകും? 3 ആംഗിളും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. 82ഉം 55ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 137 കിട്ടും. അപ്പോൾ മറ്റേ ആംഗിൾ എത്ര വേണം? മൂന്നാമത്തെ ആംഗിൾ 43 ഡിഗ്രി ആയിരിക്കണം. ഇവിടെ നോക്കാം, ഇത് 80 ഡിഗ്രി, ഇത് 40 ഡിഗ്രി. അപ്പോൾ ഇത് എത്രയായിരിക്കണം? 80ഉം 40ഉം 120. 120 180 ആവാൻ 60 കൂടി വേണം. അപ്പൊ ഇത് 60 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ മനസ്സിലായല്ലോ, 3 കോണുകളും കൂടി കൂട്ടിയാൽ, ഒരു ത്രികോണത്തിന്റെ 3 ആംഗിൾസ് കൂട്ടിയാൽ 180 ഡിഗ്രി 180 ഡിഗ്രി ആയിരിക്കണം. നമ്മൾ ഈ പഠിച്ച കാര്യം വളരെ സിമ്പിൾ ആണെങ്കിലും പല PSC പരീക്ഷകളിലും ഇത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കോട്ടയം ജില്ലയിലെ ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന പരീക്ഷയിൽ PSC പരീക്ഷയിൽ വന്നിട്ടുള്ള ഒരു ചോദ്യം നോക്കാം. ത്രികോണം ABCയിൽ കോൺ A 70 ഡിഗ്രിയും കോൺ B 80 ഡിഗ്രിയും ആയാൽ കോൺ C എത്രയായിരിക്കും? A 70 ആണ്, B 80 ആണ്. അപ്പോൾ C എത്രയായിരിക്കും?
അപ്പോൾ ഇത് കൂട്ടി നോക്കുക. 80ഉം 70ഉം കൂട്ടിയാൽ 150ആയി. പിന്നെ 180 ആവാൻ എത്ര വേണം? 30 കൂടി വേണം. അപ്പോൾ സി എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത് അല്ലേ? 70ഉം 80ഉം 30ഉം കൂടി കൂട്ടിയാൽ 180 ആവില്ലേ? ഓക്കെ, അപ്പോൾ 3 കോണുകളും കൂടി കൂട്ടിയാൽ 180 കിട്ടണം. PSC പരീക്ഷകളിൽ മാത്രമല്ല, മുമ്പ് കേട്ടറ്റ് പരീക്ഷകളിലും ഇത്തരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. 2017 ഓഗസ്റ്റിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യമാണ് ഈ കാണുന്നത്. ABC ഒരു മട്ട ത്രികോണമാണ്, അഥവാ ഈ ത്രികോണം ഒരു മട്ട ത്രികോണമാണ്, അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. എ എന്ന കോൺ സി എന്ന കോണിനേക്കാൾ 22 ഡിഗ്രി കുറവാണ്. എ എന്ന കോണിന്റെ അളവ് എത്രയാണ്? എ 68 ഡിഗ്രി, ബി 56 ഡിഗ്രി, സി 34 ഡിഗ്രി, ഡി 23 ഡിഗ്രി. എന്തെല്ലാം വിവരങ്ങളാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്? ABC ഒരു മട്ട ത്രികോണമാണ്, അഥവാ റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അതായത് ഇതിലെ ഒരു കോൺ 90 ഡിഗ്രിയാണ് എന്നർത്ഥം. അത് ഈ കോൺ തന്നെയാണ് എന്ന് നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത് 90 ഡിഗ്രിയാണ്. പിന്നെ നമുക്കറിയാം, ഒരു ത്രികോണത്തിലെ 3 കോണുകളും കൂടി കൂട്ടിയാൽ 180 ഡിഗ്രിയാണ് ഉണ്ടാവുക. ഇവിടെ ഇപ്പോൾ ഒരു കോൺ 90 ഡിഗ്രിയാണ് എന്ന് നമുക്ക് കിട്ടി. ഇനി ബാക്കി 2 കോണുകളുടെ അളവ് കൂടി കൂട്ടിയാൽ എത്ര കിട്ടും? ആ രണ്ടും കൂടി 90 ഡിഗ്രിയാണ് ഉണ്ടാവുക. അപ്പോൾ 90ഉം പിന്നെ ഈ കോണിൻ്റെ 90ഉം 180. അപ്പോൾ ആംഗിൾ എയും ആംഗിൾ സിയും കൂടി കൂട്ടിയാൽ 90 ഡിഗ്രിയാണ് ഉണ്ടാവുക എന്ന് നമുക്കറിയാം. നമുക്ക് അറിയാവുന്ന ഒരു അടിസ്ഥാന കാര്യമാണ്, നമ്മൾ മനസ്സിലാക്കിയല്ലോ. പിന്നെ ഇവിടെ ഉള്ള ഒരു കാര്യം, ആംഗിൾ എ ചെറുതാണ്, അതിനേക്കാൾ വലുതാണ് ആംഗിൾ സി. അഥവാ സി എന്ന ആംഗിളിനേക്കാൾ 22 ഡിഗ്രി കുറവാണ് ആംഗിൾ എ എന്ന് ഈ ചോദ്യത്തിലുണ്ട്. അപ്പോൾ എത്രയായിരിക്കും? ഇവിടെ ഈ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടല്ലോ, ഓപ്ഷനുമായി ബന്ധിപ്പിച്ച് നോക്കിയാൽ നമുക്കത് എളുപ്പം മനസ്സിലാക്കാൻ സാധിക്കും. ആംഗിൾ എ ചെറുതാണ് എന്നാണല്ലോ ചോദ്യത്തിൽ തന്നെ ഉള്ളത്. 22 ഡിഗ്രി കുറവാണ് സിയേക്കാൾ. അതുകൊണ്ട് നമുക്ക് ചെറിയ അളവുകൾ വെച്ച് ആദ്യം ചെയ്തു നോക്കാം. ആംഗിൾ എ 23 ഡിഗ്രി ആണ് എന്ന് നമ്മൾ സങ്കല്പിക്കാം. എങ്കിൽ ആംഗിൾ സി എത്രയായിരിക്കും? അതിനോട് ഒരു 22 കൂടി കൂട്ടിയാൽ ആംഗിൾ സി കിട്ടും. അപ്പോൾ അത് എത്രയാണ്? 23ഉം 25ഉം 45 എന്ന് കിട്ടും. യെസ്, 45ഉം ഈ 23ഉം കൂടി കൂട്ടിയാൽ എത്രയാ കിട്ടുക? 45ഉം 23ഉം കൂട്ടിയാൽ 8, 6, 68 കിട്ടും. 90 ആണ് നമുക്ക് കിട്ടേണ്ട. ഈ 2 ആംഗിളും കൂടി കൂട്ടിയാൽ 90 കിട്ടണം. അപ്പോൾ 23 അല്ല ഉത്തരം എന്ന് നമുക്ക് മനസ്സിലായി. ഇനി 34 ആണോ നോക്കാം. ആ ആംഗിൾ എ എന്ന ആംഗിൾ 34 ആണെങ്കിൽ സി എന്ന ആംഗിൾ 22 അതിനേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ 22 അതിനേക്കാൾ കൂട്ടി നോക്കാം. അപ്പോൾ 2 4ഉം 2ഉം 6, 3ഉം 2ഉം 5, 56. അപ്പോൾ സി എന്ന ആംഗിൾ 56 ആയിരിക്കും എന്നാണ് അങ്ങനെയാണെങ്കിൽ. അപ്പോൾ 56ഉം പിന്നെ ഈ 34ഉം കൂട്ടിയാൽ 90 കിട്ടുമോ നോക്കുക. കിട്ടുമല്ലേ? 6, 4, 10, 5, 3, 8, 9, 90. അപ്പോൾ 90 എന്ന് കിട്ടി. അപ്പോൾ ഈ ആംഗിൾ 34 ആണ്. ഈ ആംഗിൾ എത്രയാണ്? 50. സി 56 ആണ്, എ 34 ആണ് നമുക്ക് കിട്ടി. അപ്പോൾ ഓപ്ഷൻ സി ആണ് ശരി. അപ്പോൾ ഇങ്ങനെ ചിലത് ഓപ്ഷനിൽ നോക്കി ചെയ്ത് നോക്കിയാൽ തന്നെ നമുക്ക് കിട്ടും. വളരെ ലളിതമാണ്. ഇനി കേട്ടറ്റ് പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ത്രികോണവുമായി ബന്ധപ്പെട്ട മറ്റൊരു തരം ചോദ്യമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. ഈ ചോദ്യം വായിച്ചുകൊണ്ട് തന്നെ നമുക്ക് പരിചയപ്പെടാം. ഇത് പാലക്കാട് ജില്ലയിൽ 2010 ലാസ്റ്റ് ഗ്രേഡ് സർവൻസ് എന്ന തസ്തികയിലേക്ക് PSC നടത്തിയ പരീക്ഷയിലെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങളാകാൻ സാധ്യതയുള്ളത് ഏതാണ്? ഇവിടെ ഓപ്ഷനുകൾ കൊടുത്തിരിക്കുന്നു, അതിൽ പല നമ്പറുകൾ കൊടുത്തിരിക്കുന്നു. അതിലേതാണ് ശരി എന്നാണ് ചോദ്യം. നമ്മൾ ഇതെങ്ങനെ കണ്ടെത്തും? ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർത്തു വെക്കേണ്ടതുണ്ട്. ആ നിയമം ഇതാണ്: ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളിൽ ചെറിയ 2 വശങ്ങളുടെ നീളങ്ങളുടെ തുക വലിയ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കണം. അതായത് ഒരു ത്രികോണത്തിന് 3 വശങ്ങൾ ഉണ്ടാവുമല്ലോ.
അതിൽ ചെറിയ രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുക വലിയ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കണം. ഇവിടെ നമുക്ക് ഓപ്ഷനുകൾ പരിശോധിക്കാം. ചോദ്യത്തെ മുകളിൽ കാണാമല്ലോ, അതിൽ ഓപ്ഷനുകൾ പരിശോധിക്കാം. 2, 3, 7 ഇങ്ങനെയാണ് 3 വശങ്ങളുടെ വലിപ്പം. ചെറിയ രണ്ട് വശങ്ങൾ എന്ന് പറഞ്ഞാൽ 2ഉം 3ഉമാണ്. അത് കൂട്ടി നോക്കിയാൽ 5 എന്ന് കിട്ടും. അത് മൂന്നാമത്തെ വശമായ 7നേക്കാൾ കൂടുതലാണോ? അല്ല, 5 7നേക്കാൾ കുറവാണ്. അതുകൊണ്ട് എ എന്ന ഓപ്ഷനിലുള്ള ഈ അളവുകൾ വെച്ച് നമുക്കൊരു ത്രികോണം വരയ്ക്കാനേ കഴിയില്ല. ഇനി അടുത്ത് നോക്കാം. 1, 3, 4 വലിയ വശം 4ആണ്. ചെറിയ രണ്ട് വശങ്ങൾ 1ഉം 3ഉമാണ്. 1ഉം 3ഉം കൂട്ടിയാൽ 4. അത് ഈ 4ന് തുല്യമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് അത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളാകാൻ പറ്റിയ അളവുകളല്ല. അഥവാ ഈ അളവുകൾ വെച്ചിട്ടും നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ കഴിയില്ല. ഇനി സി എന്ന ഓപ്ഷൻ നോക്കാം. 10, 6, 15. അപ്പോൾ ചെറിയ രണ്ട് വശങ്ങൾ 10ഉം 6ഉമാണ്. അത് രണ്ടും കൂട്ടിയാൽ 16ആയി. മൂന്നാമത്തെ വശമായ 15നേക്കാൾ കൂടുതലാണല്ലോ 16. അതുകൊണ്ട് സി എന്ന ഓപ്ഷൻ ഉപയോഗിച്ച്, അഥവാ ഈ അക്കങ്ങൾ, ഈ നമ്പറുകൾ ഉപയോഗിച്ച്, ഈ നീളങ്ങൾ ഉപയോഗിച്ച് നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ സാധിക്കും. ഇനി ഡി നോക്കൂ നിങ്ങൾ. 2, 4, 6. 2ഉം 4ഉം 6ആണ്. മൂന്നാമത്തെ വശത്തിന് തുല്യമേ ആകുന്നുള്ളൂ. അതുകൊണ്ട് അതും തെറ്റാണ്. അത് ഈ നമ്പറുകൾ ഉപയോഗിച്ചും ഈ അളവുകൾ ഉപയോഗിച്ചും നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ കഴിയില്ല. അപ്പോൾ സി ആണ് ഉത്തരം. അപ്പോൾ ഈ പ്രധാനപ്പെട്ട നിയമം നമ്മൾ ഓർത്തു വെക്കുക. ഒരു ത്രികോണത്തിന്റെ 3 വശങ്ങളിൽ ചെറിയ രണ്ട് വശങ്ങളുടെ നീളങ്ങളുടെ തുക വലിയ വശത്തിന്റെ നീളത്തേക്കാൾ കൂടുതലായിരിക്കണം. ഇനി നമുക്ക് മറ്റൊരു PSC ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന അളവുകളിൽ ത്രികോണം നിർമ്മിക്കാൻ സാധ്യമല്ലാത്ത അളവ് ഏതാണ്? ഇവിടെ 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിലെ ഏത് അളവുകൾ വെച്ചിട്ടാണ് ത്രികോണം നിർമ്മിക്കാൻ സാധ്യമല്ലാത്തത്? അതാ പറയേണ്ടത്. എ എന്ന ഓപ്ഷൻ നോക്കാം. അതിൽ 1, 2, 5 അല്ലേ, 3 വശങ്ങൾ. അപ്പോൾ 1ഉം 2ഉം കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതൽ കിട്ടണം എന്നാണ്. അപ്പോൾ 1ഉം 2ഉം കൂട്ടിയാൽ 3ആണ്. അത് 5നേക്കാൾ കൂടുതലല്ല. അതുകൊണ്ട് എ എന്ന ഓപ്ഷൻ ആണ് ശരി. ഇത് വെച്ചിട്ടൊരു ത്രികോണം ഉണ്ടാക്കാൻ കഴിയില്ല. ബാക്കിയുള്ള ഓപ്ഷനുകൾ നോക്കാം. 2, 3, 4. 2ഉം 3ഉം കൂട്ടിയാൽ 5 കിട്ടും. അത് 4നേക്കാൾ കൂടുതലാണ്. ഇനി 4, 8, 6. ഇതിൽ ചെറിയ രണ്ട് വശങ്ങൾ 4ഉം 6ഉമാണ്. 4ഉം 6ഉം കൂട്ടിയാൽ 10 കിട്ടി. അത് 8നേക്കാൾ കൂടുതലാണ്. 3, 5, 6. ചെറിയ രണ്ട് വശങ്ങൾ 3, 5ഉമാണ്. അത് അപ്പോൾ 8 എന്ന് കിട്ടി. 8 6നേക്കാൾ കൂടുതലാണ്. അപ്പോൾ എ ആണ് ഇതിൻ്റെ ഉത്തരം. എയിലെ 1, 2, 5 എന്ന അളവുകൾ വെച്ച് നമുക്കൊരു ത്രികോണം വരയ്ക്കാൻ സാധ്യമല്ല. ഇനി 2003 എറണാകുളം ജില്ലയിലെ LDC പരീക്ഷയിൽ, PSC നടത്തിയ LDC പരീക്ഷയിൽ വന്നിട്ടുള്ള ചോദ്യം നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന അളവുകളിൽ ഒരു ത്രികോണത്തിന്റെ വശങ്ങൾ ഏത്? അഥവാ ഒരു ത്രികോണത്തിന്റെ വശങ്ങളാകാവുന്ന ഓപ്ഷൻ ഏതാണ് എന്നാണ് ചോദ്യം. എ 12, 8, 18. അപ്പോൾ നമ്മളുടെ നിയമം നമ്മൾ ഓർത്ത് വെക്കുക. ചെറിയ രണ്ട് വശങ്ങളുടെ അളവുകൾ കൂട്ടി നോക്കിയാൽ മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലായിരിക്കണം. അപ്പോൾ ഇവിടെ 12, 8 ഇത് രണ്ടുമല്ലേ ചെറുത്, വലുത് 18ആണ്. അപ്പോൾ 12ഉം 8ഉം കൂട്ടിയാൽ 20 കിട്ടും. 20 എന്നത് 18നേക്കാൾ കൂടുതലാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്കൊരു ത്രികോണം വരയ്ക്കാം. ത്രികോണത്തിന്റെ വശങ്ങളാകാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഈ ചോദ്യത്തിന് ഉത്തരം. ഇനി ബാക്കി കൂടി നോക്കാം നമുക്ക്. ബി, ഇതിൽ ചെറിയ രണ്ട് വശം 3ഉം 4ഉമാണ്. 3ഉം 4ഉം കൂട്ടിയാൽ 7ആണ് കിട്ടുക. പക്ഷെ അത് 10നേക്കാൾ കൂടുതലല്ല. ഇനി സി നോക്കാം. 10, 5, 2. ചെറിയ രണ്ട് വശങ്ങളായ 5ഉം 2ഉം കൂട്ടിയാൽ 7ആണ് കിട്ടുക. ആ 7 10നേക്കാൾ കൂടുതലല്ല. ഇനി 7, 10, 1. ചെറിയ രണ്ട് വശങ്ങൾ 7ഉം 1ഉമാണ്. അപ്പോൾ 8. 8 10നേക്കാൾ കൂടുതലല്ല. എന്നാൽ ഇവിടെ 12ഉം 8ഉം കൂട്ടി, എ എന്ന ഓപ്ഷനിൽ 12ഉം 8ഉം കൂട്ടിയപ്പോൾ 20 കിട്ടി. അത് 18നേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് എ എന്ന ഓപ്ഷനാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇത് സിമ്പിളായി കണ്ടുപിടിക്കാമല്ലോ. ഇനി നമുക്ക് ഒരു കേട്ടറ്റ് പരീക്ഷയിൽ വന്ന ചോദ്യം നോക്കാം. 2020 ഡിസംബറിൽ നടന്ന കേട്ടറ്റ് കാറ്റഗറി 1 പരീക്ഷയിലെ ചോദ്യമാണ്.
ഇത് ചോദ്യപേപ്പറിൽ 2020 ഡിസംബർ എന്നാണ് ഉള്ളതെങ്കിലും കോവിഡ് കാരണം അല്പം വൈകി 2021 ജനുവരി 9 പരീക്ഷ നടന്നത്. ചോദ്യം ഇങ്ങനെയാണ്: താഴെ കൊടുത്തിരിക്കുന്ന അളവുകളിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ അല്ലാത്തതേതാണ്? താഴെ കൊടുത്തിരിക്കുന്ന അളവുകളിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ അല്ലാത്തതേത്? അപ്പൊ ഇത് നമുക്ക് നേരത്തെ പഠിച്ച രീതിയിൽ നമുക്കങ്ങ് ചെയ്തു നോക്കാം. അപ്പോൾ ഉത്തരങ്ങൾ കിട്ടുമോ? അങ്ങനെ ചെയ്താൽ ഉത്തരം കിട്ടില്ല. ഇവിടെ ഈ മട്ടത്രികോണം എന്ന വാക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ ഈ വാക്കുകൾ പ്രത്യേകം ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട് എന്ന്. ചോദ്യങ്ങളിൽ ആ വാക്കുകൾ വരും. അപ്പോൾ ആ വാക്കുകൾക്കൊക്കെ ഒരുപാട് അർത്ഥങ്ങൾ ഉള്ളത് കൊണ്ട് അവ നന്നായി മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നിയമം ഉപയോഗിച്ചുകൊണ്ട്, അഥവാ ചെറിയ രണ്ട് വശങ്ങൾ കൂട്ടിയാൽ മൂന്നാമത്തെ വശത്തേക്കാൾ കൂടുതലാണെങ്കിൽ അത് ഒരു ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളമാകാവുന്നതാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അത് പക്ഷെ മട്ടത്രികോണത്തിന്റെ കാര്യത്തിൽ അത് പറ്റില്ല. അതിന് മറ്റൊരു നിയമമുണ്ട്. ആ നിയമം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ആ നിയമം ഇതാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണ്, നോട്ട് ചെയ്ത് വെക്കേണ്ടതാണ്. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകണമെങ്കിൽ ചെറിയ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളുടെ അളവുകൾ ആകണമെങ്കിൽ ചെറിയ വശങ്ങളുടെ വർഗങ്ങളുടെ തുക, ചെറിയ വശങ്ങളുടെ തുകയല്ല, ചെറിയ വശങ്ങളുടെ വർഗങ്ങളുടെ തുക വലിയ വശത്തിന്റെ വർഗത്തിന് തുല്യമായിരിക്കണം. അഥവാ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയർ പരസ്പരം കൂട്ടുക, അത് മൂന്നാമത്തെ വശത്തിന്റെ സ്ക്വയറിന് തുല്യമായിരിക്കണം. ഇവിടെ നമുക്ക് ഈ ചോദ്യം ചെയ്തു നോക്കിയാൽ നമുക്കത് മനസ്സിലാകും. ചോദ്യം ഇങ്ങനെ: താഴെ കൊടുത്തിരിക്കുന്ന അളവുകളിൽ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ അല്ലാത്തതേത്? അപ്പൊ 3 ആയിരിക്കും, 1 അല്ലാത്തത് ഉണ്ടാവും. ആ അല്ലാത്തത് ഏതാണ് എന്നാണ് ചോദ്യം. എ എന്നത് ചെയ്തു നോക്കാം. അതിലെ വശങ്ങൾ 3, 4, 5. അപ്പൊ ഈ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടിയാൽ 5ന്റെ സ്ക്വയർ കിട്ടണം. അപ്പൊ 3ന്റെ സ്ക്വയർ എത്രയാണ്? 3 × 3 9 നമുക്കറിയാം. 3 × 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. ആ സംഖ്യ കൊണ്ട് തന്നെ ഒരു വട്ടം ഗുണിക്കുക. അതാണ് 3 × 3 9. 4ന്റെ സ്ക്വയർ എത്ര? 4 × 4 16. അപ്പോൾ 9ഉം 16ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 25 കിട്ടും അല്ലേ? നമുക്ക് ലളിതമായി ചെയ്യാം. 5ന്റെ സ്ക്വയറിന് തുല്യമാണോ അത്? 5 × 5 25. ശരിയാണ്, അത് 25ന് തുല്യമാണ്. അപ്പോൾ ഈ 3 നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു മട്ടത്രികോണം വരക്കാവുന്നതാണ്. അപ്പോൾ ഇത് പിന്നെ ത്രികോണം വരക്കാൻ പറ്റുന്ന മട്ടത്രികോണം വരക്കാവുന്ന അളവാണ്. ഓക്കെ, പക്ഷെ ഇതല്ല നമ്മുടെ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നമുക്ക് നോക്കാം. 6, 8, 10. 6ന്റെയും 8ന്റെയും സ്ക്വയറുകൾ കൂട്ടിയാൽ 10ന്റെ സ്ക്വയർ കിട്ടുമോ എന്ന് നോക്കാം. 6ന്റെ സ്ക്വയർ എത്ര? 6 × 6 ചെയ്യേണ്ടതില്ലല്ലോ, നമുക്കറിയാം. 6 6 36. 8, 8ന്റെ സ്ക്വയർ എത്ര? 8 × 8 8 8 64. അപ്പൊ അത് കൂട്ടിയാൽ എത്ര കിട്ടും? 36 64 കൂട്ടിയാൽ അത് 64 കേട്ടോ. 8 8 64. അപ്പോൾ 100 എന്ന് തന്നെ കിട്ടും. 36 64 കൂട്ടിയാൽ 100 അത് ഈ 10ന്റെ സ്ക്വയറിന് തുല്യമാണോ? ആണ്. 10 × 10 100. അപ്പൊ ഇതും ഉപയോഗിച്ച് മട്ടത്രികോണം വരക്കാം. അതുകൊണ്ട് ഇതുമല്ല നമ്മുടെ ഉത്തരം. മട്ടത്രികോണത്തിന്റെ വശങ്ങൾ അല്ലാത്തത് ഏത് എന്നല്ലേ ചോദ്യം. ഇനി അടുത്ത് നോക്കാം. 5, 12, 13. അപ്പൊ ചെറുത് 2ഉം 5ഉം 12ഉം. അപ്പൊ 5ന്റെ സ്ക്വയർ എത്രയാണ്? 25 നമുക്കറിയാം. 12ന്റെ സ്ക്വയർ എത്രയാണ്? 12ന്റെ സ്ക്വയർ 144. 144. അത് രണ്ടിനെയും കൂട്ടി നോക്കാം. 5ഉം 4ഉം 9. 2ഉം 6ഉം 2ഉം 4ഉം 6. 169 എന്നാ കിട്ടുക. അത് ഈ 13ന്റെ സ്ക്വയറിന് തുല്യമാണോ? 13 × 13 എന്ന് പറഞ്ഞാൽ 169 തന്നെയാണ്. അപ്പോൾ അതും ശരി തന്നെയാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് നമുക്ക് മട്ടത്രികോണം വരക്കാം. അപ്പോൾ അത് അല്ല ഈ ചോദ്യത്തിന്റെ ഉത്തരം. ഇനി നോക്കാം. 9, 12, 18. 9, 12 അത് രണ്ടുമാണ് ചെറുത്. 9ന്റെ സ്ക്വയർ എത്രയാണ്?
9 ഇൻറ്റു 9 9 81. 12 എത്രയാണ്? 12 സ്ക്വയർ ഇവിടെ 144 നമ്മൾ എഴുതിയിരിക്കുന്നു. ഇത് രണ്ട് നമ്മൾ കൂട്ടി നോക്കുക. 1 4 5, 8 4 12, ബാക്കി 1. അപ്പോൾ 225 എന്നാണ് ഉത്തരം കിട്ടുക. 18 സ്ക്വയർ 225 ആണോ? അല്ല, 324 അപ്പോൾ ഈ ഡിയിലെ ഈ നമ്പറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മട്ടത്രികോണം വരക്കാൻ പറ്റില്ല. അപ്പോൾ ഈ നമ്പറുകൾ ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങളാകാനും പറ്റില്ല. അതുകൊണ്ട് ഡി എന്ന ഓപ്ഷനാണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം. അപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ഈ മട്ടത്രികോണത്തിന്റെ കാര്യത്തിൽ ഇത് വ്യത്യസ്തമാണ്. മട്ടത്രികോണങ്ങളുടെ കാര്യത്തിൽ രണ്ട് വശങ്ങളുടെ വർഗങ്ങളുടെ തുക അഥവാ സ്ക്വയറുകളുടെ തുക വലിയ വശത്തിന്റെ സ്ക്വയറിന് തുല്യമായിരിക്കണം. ഓക്കെ. മറ്റൊരു ചോദ്യം. ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ ആകാവുന്ന അളവുകൾ ഏതെല്ലാം? ഒരു മട്ടത്രികോണത്തിന്റെ വശങ്ങൾ ആകാവുന്ന അളവുകൾ ഏതെല്ലാം? അപ്പോൾ ഏത് ഓപ്ഷനാണ് ശരി എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. 10, 8, 6. അപ്പോൾ മട്ടത്രികോണമാണ് എന്ന് നമ്മൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ ചെറിയ രണ്ട് വശങ്ങളുടെ സ്ക്വയറുകൾ കൂട്ടി നോക്കിയാൽ മൂന്നാമത്തെ വശത്തിന്റെ സ്ക്വയറിന് തുല്യമാവണം. അപ്പോൾ 6, 6ന്റെ സ്ക്വയർ 36. 8, 8 64. അപ്പോൾ അത് കൂട്ടിയാൽ നമുക്ക് 100 കിട്ടും. അപ്പോൾ 10ന്റെ സ്ക്വയറിന് തുല്യമല്ലേ അത്? ആണ്. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരി. അത് തന്നെ നമുക്ക് കിട്ടി. ബാക്കിയുള്ളത് വേണമെങ്കിൽ വെറുതെ ഒന്ന് ചെയ്ത് നോക്കാം. 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36. അപ്പോൾ 25ഉം 36ഉം കൂട്ടിയാൽ എത്ര കിട്ടും? 5 6 11. 5 1 6 61 കിട്ടുക. അപ്പോൾ അത് ശരിയല്ല. 9ന്റെ സ്ക്വയർ 81 അല്ലേ? ഇപ്പം 81 കിട്ടണം. പക്ഷെ ഇവിടെ 61 കിട്ടിയിട്ടുള്ളൂ. ഇനി സി എന്ന വശം നോക്കാം. 5 8 9. 5ന്റെ 25, 8ന്റെ 8 8 64. അത് കൂട്ടിയാൽ എത്ര കിട്ടും? 9 8 89 കിട്ടുക. ഇത് 9 9 81 കിട്ടേണ്ടത്. അപ്പോൾ 9ന്റെ സ്ക്വയർ 81 പക്ഷേ 89 കിട്ടിയത്. അപ്പോൾ അത് പറ്റില്ല. 12 10 8. 8ന്റെ സ്ക്വയർ 8 64. 100ന്റെ സ്ക്വയർ അല്ല 10ന്റെ സ്ക്വയർ 100. അപ്പോൾ 164. 12ന്റെ സ്ക്വയർ എത്രയാണ്? അതിന് തുല്യമാണോ 164? അല്ല, 12ന്റെ സ്ക്വയർ 144. 164 അല്ല. അപ്പോൾ അതുകൊണ്ട് ഇതുകൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പോൾ എ എന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ളത്. ഒരു ചോദ്യം കൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ത്രികോണത്തിന്റെ ചുറ്റളവ് 30 സെന്റിമീറ്റർ. അതിൻ്റെ ഒരു വശത്തിന്റെ നീളം ആകാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? ത്രികോണത്തിന്റെ ചുറ്റളവ് 30 സെന്റിമീറ്റർ. അതിൻ്റെ ഒരു വശത്തിന്റെ നീളം ആകാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? 15 5 10 2. അതെങ്ങനെ കണ്ടുപിടിക്കും? ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ ത്രികോണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്, മട്ടത്രികോണം എന്നല്ല. ഉപയോഗിക്കുന്ന വാക്കുകൾ തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മട്ടത്രികോണമല്ലാത്ത വേറെ ഏതോ ഒരു ത്രികോണം എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ചുറ്റളവ് 30 സെന്റിമീറ്റർ. എന്താണ് ത്രികോണത്തിന്റെ ചുറ്റളവ് എന്ന് പറഞ്ഞാൽ? ഇതിപ്പോൾ ഒരു ത്രികോണമാണല്ലോ. ഈ ത്രികോണത്തിന് 3 വശങ്ങളുണ്ട്. ഈ 3 വശങ്ങളും കൂടി കൂട്ടി കിട്ടിയാൽ, അഥവാ ഈ 3 വശങ്ങളും കൂടി കൂട്ടിയാൽ കിട്ടുന്ന ആ അളവിനെയാണ് ചുറ്റളവ് എന്ന് പറയാം. 3 വശങ്ങളുടെ അളവും കൂടി കൂട്ടിയാൽ കിട്ടുന്ന അളവ്, അതാണ് ചുറ്റളവ്. അത് 30 സെന്റിമീറ്ററാണ്. അതിൻ്റെ ഒരു വശത്തിന്റെ നീളമാകാൻ സാധ്യതയില്ലാത്തത് ഏതാണ്? അപ്പോൾ 15 ആണോ എന്ന് നോക്കാം നമുക്ക്. ചുറ്റളവ് 30ആണ്. അഥവാ 3 വശം കൂടി കൂട്ടിയാൽ 30 ഉണ്ടാവുക. അപ്പം അതിൽ ഒരു വശം 15 ആവുമോ? അഥവാ 30ന്റെ പകുതിയായ 15 ആവുമോ? നമുക്ക് ആലോചിച്ച് നോക്കാം. നമ്മൾ എങ്ങനെയൊക്കെ വരച്ചു നോക്കിയാലും 15 ആകാൻ സാധ്യതയില്ല അല്ലേ? 30ന്റെ പകുതിയല്ലേ. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ത്രികോണം വരച്ചു നോക്കുക. ആദ്യം ഒരു വര വരച്ചു, എന്നിട്ട് ഇങ്ങനെ വളരെ അടുപ്പിച്ച്, എന്നിട്ട് ഇങ്ങനെ വരച്ച് നോക്കുക. അതല്ലെങ്കിൽ അതിനേക്കാളും അടുപ്പിച്ച് വരച്ച് നോക്കിയാലും
ആദ്യം വരച്ച വര 15 ആണെങ്കിൽ പിന്നെ ഉള്ള രണ്ടെണ്ണം കൂടി കൂട്ടിയാൽ 15 ആണോ ഉണ്ടാവുക? അല്ല, അതല്പം വളഞ്ഞുണ്ടല്ലേ രണ്ടും. അല്ല, എത്ര അടുപ്പിച്ച് നമ്മൾ വരച്ചാലും ആ 15നേക്കാളും 0.1 0.2 ഒക്കെ ഒരു അകലം കൂടുതൽ അതിനുണ്ടാകും, നീളം കൂടുതൽ ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും 15 ആവില്ല എന്ന് നമുക്ക് ഊഹിച്ചാൽ തന്നെ മനസ്സിലാക്കാം. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരു നിയമമുണ്ട്, അതും കൂടി നമ്മൾ ഓർത്ത് വെച്ചാൽ എളുപ്പം പെട്ടെന്ന് തന്നെ നമുക്ക് ഉത്തരം എഴുതാൻ സാധിക്കും. ആ നിയമം ഇതാണ്: ത്രികോണത്തിന്റെ വശങ്ങളുടെ നീളങ്ങൾ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഒരു ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം ആ ത്രികോണത്തിന്റെ ചുറ്റളവിന്റെ പകുതിയേക്കാൾ കുറവായിരിക്കും. ഇവിടെ ഈ ചോദ്യത്തിൽ ചുറ്റളവ് കൊടുത്ത എത്ര? 30 സെന്റിമീറ്റർ ആണ്. ഓപ്ഷനിൽ എ എന്ന ഓപ്ഷനിൽ കൊടുത്തിരിക്കുന്നത് 15 എന്നാണ്. അപ്പോൾ ഒരിക്കലും 30ന്റെ പകുതിയായ 15 ആ ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളം ആവില്ല. ആ 15നേക്കാൾ കുറവായിരിക്കണം, അതാണ് നിയമം. ചുറ്റളവ് 30 ആണെങ്കിൽ ഒരു വശത്തിന്റെ നീളം ഒരിക്കലും 30ന്റെ പകുതിയായ 15 ആവില്ല. ആ 15നേക്കാൾ കുറവായിരിക്കണം എന്നാണ് ഈ നിയമം. അപ്പൊ ഈ നിയമം, ഈ ചോദ്യം ഒന്നുകൂടി വായിച്ചു നോക്കൂ. ത്രികോണത്തിന്റെ ചുറ്റളവ് 30 സെന്റിമീറ്റർ, അതിന്റെ ഒരു വശത്തിന്റെ നീളം ആകാൻ സാധ്യതയില്ലാത്തത് 15 തന്നെയാണ്. അപ്പൊ എ എന്ന ഓപ്ഷനാണ് ശരി. ഇനി ബാക്കിയുള്ള കാര്യങ്ങളുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരെയും എല്ലാവർക്കും ഉസ്താദിന്റെ സലാം.